ഗോ ടു ലെറ്റ് ഫ്ലോ എന്നാണ് നമ്മളെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കറിയാം, നമുക്ക് ഒരു ആയുസ് കണക്കാക്കിയത് വരെ നമ്മൾ ഒരു യാത്ര തന്നെയാണിത്. അതിൽ എല്ലായ്പ്പോഴും അനുഭവങ്ങൾ ഒരുപോലെ ആവണമെന്നില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത അനുഭവങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാവും, ആളുകൾ കടന്നു വന്നിട്ടുണ്ടാവും, നമ്മളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതെല്ലാം കടന്ന് മറികടന്ന് നിങ്ങൾ ഇപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ? ഈ പോയിന്റില് അല്ലെ? ഇന്ന് 21-ാം തീയതി, 2025 നവംബർ 21-ാം തീയതി ഈ ടൈമില് നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുള്ള യാത്രയില് ഇഷ്ടമില്ലാത്ത ഒരുപാട് വേദനകളും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളും ആളുകളും അനുഭവങ്ങളും ഒക്കെ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, നമുക്ക് ഇഷ്ടമുള്ള, ഓർക്കാൻ ഇഷ്ടപ്പെട്ട നല്ല കാര്യങ്ങളും നല്ല നേട്ടങ്ങളും ഒരുപാട് നല്ല ആളുകളും അനുഭവങ്ങളും ഇതൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറഞ്ഞത്, നമ്മുടെ ഹൃദയത്തിൽ ഇതെല്ലാം ഉണ്ട്. അതായത് ഗോൾഡൻ ലൈറ്റ് പോലെ, നല്ല തിളങ്ങി നിൽക്കണ പോലെ, നമുക്ക് ഒന്ന് ചിന്തിക്കുമ്പോഴേക്ക് നമ്മളെ മുഖത്ത് ചിരി പടരുന്ന, നമുക്ക് വീണ്ടും സന്തോഷം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതല്ലാത്ത, ചിന്തിക്കുമ്പോഴേക്ക് മുഖം കാർമേഘം പോലെ വാടിപ്പോകുന്ന, ചിന്തിക്കുമ്പോഴേക്ക് കണ്ണുകൾ നിറയുന്ന, ചിന്തിക്കുമ്പോഴേക്ക് ഓർക്കണ്ടായിരുന്നു എൻ്റെ ഇന്നത്തെ ഇന്നത്തെ ഡേ തന്നെ പോയി എന്നൊക്കെ തോന്നുന്ന ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഹേർട്ട് നിങ്ങൾ പരിശോധിച്ചപ്പോ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്കിയപ്പോ എന്തായിരുന്നു അവസ്ഥ അന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആളുകൾക്കും ഉണ്ടാവാൻ ചാൻസ് ഗോൾഡൻ കളർ ലൈറ്റ് അവിടെ ഇവിടെയൊക്കെ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ഡാർക്ക്നെസ്, ആ കറുത്ത കുത്തുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതായത് നമ്മൾ അതിനെ മെറ്റഫർ ആക്കി പറഞ്ഞത് ആ കറുത്ത കുത്തുകൾ എന്ന് പറഞ്ഞത്, ഒരുപാട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ജീവിതം എന്ന യാത്രയിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ പാസ്റ്റിൽ സംഭവിച്ചു വെച്ച ഇഷ്ടമില്ലാത്ത ഒരുപാട്, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നെഗറ്റീവ് ഇമോഷൻസും തോട്ട്സും ആളുകളെയും ഇതിനെല്ലാത്തിനെയും നമ്മൾ ഉള്ളിലിട്ട് തന്നെ ഇനിയും ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുമ്പം ഒരു സ്റ്റക്ക് ഫീൽ ആയിരിക്കും. ലൈഫിന് ഇങ്ങനെ തള്ളി കൊണ്ടുപോകണ പോലെ ആയിരിക്കും. നമുക്കൊരു ഈസിനെസ് ഉണ്ടാവില്ല. നമ്മുടെ വയസ്സ് കൂടും തോറും, കാലം മുന്നോട്ട് പോകും തോറും എന്താണെന്നറിയില്ല, ജീവിക്കാൻ ഒരു രസമില്ല, ഈസിനെസ് ഇല്ല, ആകെ തള്ളി പോണ അവസ്ഥ തോന്നുന്നുണ്ടാവും. ഇതിന് ഞാൻ എപ്പോഴും എക്സാമ്പിൾ ആയി പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളിപ്പോ ഒരു യാത്ര പോവാൻ വേണ്ടി നിൽക്കാണ്. ഓക്കെ, അപ്പൊ യാത്ര പോകുമ്പോ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും നിങ്ങൾക്ക് ഒരു വലിയൊരു ചാക്ക് നിങ്ങളെ തലയിൽ വെച്ച് തരുന്നുണ്ട്. വീണ്ടും അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും നിങ്ങളെ തലയിൽ ഈ ഒരു ഭാണ്ഡക്കെട്ട് അല്ലെ ചാക്കിന്റെ അളവ് ഏറുന്നുണ്ട്. നിങ്ങളൊരു 4-5 സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും നിങ്ങളെ തലയിലല്ലേ, നിങ്ങളെ ചുമലിലെ ഭാരം വർദ്ധിക്കും. നിങ്ങൾക്ക് വീണ്ടും നടക്കാൻ പറ്റാതാവും. നിങ്ങളെ ലൈഫ്, നിങ്ങളെ ആ ഒരു യാത്ര അത്രയും തള്ളിക്കൊണ്ടോണ്ട അവസ്ഥയിലാവും. ഒരു പോയിന്റ് എത്തുമ്പം നിങ്ങൾ ഭാരം താങ്ങാൻ പറ്റാതെ തളർന്ന് വീഴുന്ന അവസ്ഥയിലാവും. ഇതുപോലെയാണ് ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മൾ ജനിച്ചു വീണ കാലഘട്ടത്തില് ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു 3-4 വയസ്സ് വരെ വലിയ ഭാരങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനെ കൊണ്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ പുഴ ഈസി ആയിട്ട് ഒഴുകുന്ന പോലെ നമ്മൾ തുള്ളി കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു LP സ്കൂൾ കാലഘട്ടം, UP സ്കൂൾ കാലഘട്ടം, അത് കഴിഞ്ഞ് ഒരു 10-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ചെറിയ ചെറിയ ടെൻഷൻസ് വരാൻ വേണ്ടി തുടങ്ങി. നമുക്ക് കുറച്ച് കുറച്ച് പ്രോബ്ലംസ് വരാൻ വേണ്ടി തുടങ്ങി. വീണ്ടും നമ്മളൊരു +2 കാലഘട്ടം അല്ലെ ഡിഗ്രി, നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അത്, കുട്ടികളാവുന്നത്, അങ്ങനെ ഈ യാത്രയിലെ സ്റ്റോപ്പ് പറഞ്ഞ പോലെ ജീവിതത്തിന്റെ സ്റ്റോപ്പുകൾ വർദ്ധിക്കും തോറും ഈ ഒരു ഭാണ്ഡക്കെട്ടുകളും നമ്മൾ ഉള്ളിൽ എടുത്തു വെക്കുന്ന ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉള്ളിൽ ഏറി ഏറി നമ്മൾ ആ ഒരു കുട്ടിത്തം അല്ലെ ലൈഫിന്റെ ഈസിനെസ് എവിടെയോ കളഞ്ഞു പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലേ, ചെറിയ കുട്ടി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഈസിയാണ് ജീവിക്കാൻ, കാരണം ഭാരങ്ങളില്ല. നമ്മളിങ്ങനെ തുള്ളി കഴിച്ച് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ കുറച്ചുകൂടെ കഴിയും തോറും നമ്മുടെ ചിരി കുറയാൻ വേണ്ടി തുടങ്ങും. നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നമുക്ക് ചെറിയ തമാശകൾ കേട്ടാലൊന്നും ചിരിയൊന്നും വരുന്നുണ്ടാവില്ല. നമുക്കിപ്പോ ഒരു പൂവ് കണ്ടാലും വലിയ സന്തോഷം തോന്നൂല. ചെറിയൊരു മിഠായി കിട്ടിയാലും നമുക്ക് അതിലും സന്തോഷം ഉണ്ടാവില്ല. കാരണം എന്താ? നമ്മൾ അത്രത്തോളം ഭാരങ്ങളാണ് നമ്മളെ ചുമലിലുള്ളത്. അപ്പൊ നമുക്ക് ചെറിയ കാര്യങ്ങളിലൊന്നും സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളൊരു അവസ്ഥയിലാവും. അപ്പൊ അവിടെയാണ് ലെറ്റ് ഗോ എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ലെറ്റ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട് കളയാന്നുള്ളതാണ്. അതായത് നിങ്ങള് ഇപ്പൊ ഏത് അവസ്ഥയിൽ ഇരിക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടായിക്കോട്ടെ, ഒരിക്കലും ആ ഭാരങ്ങളെല്ലാം കൂടെ പിടിച്ച് മുന്നോട്ട് പോവേണ്ട ആളല്ല നിങ്ങൾ.
അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മൾ എന്നുള്ള വ്യക്തി ഇതുവരെ ഉണ്ടായ എല്ലാ നെഗറ്റീവ് അനുഭവങ്ങളും ഇങ്ങനെ ഓർത്ത് ഓർത്ത് ഉള്ളിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളെ നഷ്ടപ്പെടും, നമ്മുടെ സന്തോഷവും ചിരിയും ഒക്കെ നഷ്ടപ്പെടും. നിങ്ങൾ ഓരോ വയസ്സ് കൂടുന്തോറും നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ നല്ല പ്രായവും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതിനെ കൊണ്ടാണ് ചില ആളുകൾ പ്രായമാവുന്നതിന്റെ മുന്നേ തന്നെ അവര് ഭയങ്കര വയസ്സ് കൂടിയ പോലെ തോന്നിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് അതിന് മാത്രം ഏജ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവരെ കണ്ടാല് ബോഡിയൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും, ഫേസിലെല്ലാം സ്കിന്നൊക്കെ പെട്ടെന്ന് ചുളിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ? അവരെ മനസ്സിന് പ്രായം കൂടി. ഇത്രയും ഭാരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാം ഉള്ളിൽ വെച്ച് വെച്ച് മനസ്സിന് പ്രായം കൂടിയപ്പം അവരെ മൊത്തത്തിലുള്ള ഫിസിക്കൽ ബോഡിക്കും എല്ലാത്തിനും പ്രായം കൂടി. നേരെ തിരിച്ചുകൊണ്ട് നമ്മൾ പറയും സന്തൂർ മമ്മി എന്നൊക്കെ പറയാറില്ലേ? അങ്ങനത്തെ ചില ഏജ് വല്ലാതെ ആയി തോന്നാ, അത്യാവശ്യം ഏജ് ഉണ്ടെങ്കിൽ പോലും അവരെ കണ്ടാൽ ഏജ് ആയി തോന്നാത്ത ആൾക്കാരുണ്ടാവും. അവരെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ നോക്കുമ്പം അവർ ഭയങ്കര ഇപ്പോഴും കുട്ടികളെ പോലെ ചിരിച്ച് കളിച്ച് ഈസി ആയിട്ടാവും ലൈഫിനെ മാനേജ് ചെയ്യണത്. കുറെ സെൽഫ് കെയർ ടിപ്സ് ഉണ്ടാവും, അവർ അവരുടെ സെൽഫിനെല്ലാം ചെയ്യുന്നുണ്ടാവും. അവർക്ക് എപ്പോഴും ഒരു സെൽഫ് ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വന്നു കയറി പറയാനുള്ള ഒരു ഇടം അവർ കൊടുക്കൂല. അവരെപ്പോഴും അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ട് സെൽഫിനെ ലവ് ചെയ്ത് കെയർ ചെയ്ത് ആ ഒരു രീതിയിലാവും ലൈഫിനെ മാനേജ് ചെയ്യുന്നത്. അതിനെ കൊണ്ട് തന്നെ അവരെ ഏജും ആ രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ലെഗോന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇനി ന്യൂ ഇയർ ആണല്ലേ വരാൻ പോണത്. എല്ലാ കൊല്ലവും ന്യൂ ഇയർ ഉണ്ട്. കേട്ട് കേട്ട് ഇപ്പൊ എല്ലാവർക്കും ഇതിപ്പോ എന്താണ് എന്നും വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞ മാതിരി എന്നും ന്യൂ ഇയർ ആയ അവസ്ഥ ആയിരിക്കുന്നത്. കാരണം എന്താ? 2025 ഇപ്പൊ ആയിട്ടുള്ളൂ, ഒരുപാട് ആയിട്ടില്ല. 2025 ഇപ്പൊ അല്ലെ നമ്മുടെ മൈൻഡിൽ അങ്ങനെയല്ലേ ഉള്ളത്? 2025 ഇപ്പൊ അടുത്തായിട്ടുള്ളൂ, പക്ഷെ അപ്പോഴേക്ക് 2026 ആവാനായി. അപ്പോ നമ്മൾ എല്ലാ കൊല്ലവും എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, അടുത്ത കൊല്ലെങ്കിലും ഒന്ന് നന്നാവണം, അടുത്ത കൊല്ലെങ്കിലും ജീവിതം ഒന്ന് ഉഷാറായിരുന്നെങ്കിൽ, അടുത്ത കൊല്ലെങ്കിലും ഒരു സന്തോഷം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷെ ഇവിടെ പറ്റുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് പല ആൾക്കാരും ഗോൾ സെറ്റിങ്ങും ബക്കറ്റ് ലിസ്റ്റും ഒക്കെ ആയിട്ട് പുതിയ വർഷമാകുമ്പോൾ ഇങ്ങനെ എഴുതി വെക്കും. ഈ കൊല്ലം എനിക്ക് ഇത് നേടിയെടുക്കണം, ഇവിടെ പോകണം, ഇന്നതാവണം എന്നൊക്കെ എഴുതി വെക്കും. പക്ഷെ ആ ജനുവരി 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആ ഒരു ആവേശം ഉണ്ടാവുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ പഴയ രീതിയിലോട്ട് പോകും. അതുകൊണ്ടാണ് ഈ ഒരു ന്യൂ ഇയർ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ജിമ്മിലൊക്കെ ഭയങ്കര തിരക്കാവും. കാരണം എന്താ? ഈ ഒരു യൂത്ത് ഒക്കെ ന്യൂജൻ പിള്ളേരോ അല്ലാത്ത ഒരു ഹെൽത്ത് ഒക്കെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ്നെസ് ഉള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഇനി ഈ ഇയറെങ്കിലും എനിക്ക് കുറച്ചൊരു ഡിസിപ്ലിൻഡ് ആവണം, എന്റെ ഹെൽത്ത് സെറ്റ് ആക്കണം, ഫിസിക്കലി ഫിറ്റ് ആവണം എന്നൊക്കെ വെച്ചിട്ട് ജിമ്മിലൊക്കെ പോകും. പക്ഷെ ആ ഒരു ആവേശം ഒന്ന് കുറയുമ്പോൾ ഇവർക്ക് കൺസിസ്റ്റൻസി ഇല്ലാണ്ടാവും, പിന്നെ എന്നും പോകില്ല, മടിയാവും, പിന്നെ അത് നിൽക്കും. പിന്നെ അടുത്ത കൊല്ലം ന്യൂ ഇയർ ആവുമ്പോഴാവും വീണ്ടും അതൊന്ന് പൊടി തട്ടിയെടുത്ത് പോകും, വീണ്ടും താഴും. ഈ ഒരു അവസ്ഥയിൽ ന്യൂ ഇയർ ആവുന്ന സമയമെങ്കിലും നമ്മൾ ഉള്ളിൽ വരുന്ന തോട്ടാണ്, ചിന്തയാണത്, എനിക്ക് ഈ കൊല്ലെങ്കിലും മാറണം എന്നുള്ളത്. പക്ഷെ നമ്മൾ എത്ര കൊല്ലം അങ്ങനെ വിചാരിച്ചു? പല ആളുകൾക്കും എല്ലാ കൊല്ലവും ഒരേപോലെ. ഇപ്പൊ നമുക്ക് അറിയാം 2019 കോവിഡിന്റെ ഒക്കെ ടൈം കഴിഞ്ഞതിന് ശേഷം ഇയർ കഴിയുന്നതേ നമ്മൾ അറിയണില്ല. കാരണം എന്താ? കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ എയർ ആയിട്ട് മാറി അല്ലേ? നമ്മളെപ്പോഴും ഫോണാണ് നമ്മുടെ കയ്യിൽ, എപ്പോഴും സോഷ്യൽ മീഡിയ കാര്യങ്ങളാണ്, ന്യൂസുകൾ കാര്യങ്ങൾ പെട്ടെന്ന് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കോവിഡിന് ശേഷം പെട്ടെന്ന് മുന്നോട്ട് പോണ കാലം, മുന്നോട്ട് പോണ പോലെയാണ്. ടെക്നോളജി ഒക്കെ പെട്ടെന്ന് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലായിടത്തും നമുക്ക് അറിവുകളാണ്, ഈ രീതിയിലാണ് കാര്യങ്ങൾ പോണത്. അപ്പൊ ബാക്കോട്ടേക്ക് ഇപ്പൊ ഒരു 5-6 വർഷമായി കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴും അന്നും ഇന്നും നമ്മൾ ഒരുപോലെ ആണെങ്കിൽ എവിടോ ഒരു പ്രശ്നമുണ്ട്. ഓരോ പുലരിയും ശരിക്കും നമുക്ക് വീണ്ടും തുടങ്ങാനും വീണ്ടും മാറാനുള്ള അവസരമാണ്. ഇത് വെറും ഫിലോസഫി ആയിട്ട് പറയുന്നല്ല കേട്ടോ. ഈ സൂര്യനെ തന്നെ നോക്കിയാൽ മതി, ഓരോ പുലരിയിലും ആള് നമുക്ക് വെളിച്ചം തരുന്നു. പുതിയ വിത്തിന് അവിടെ മുളക്കാനുള്ള അവസരമുണ്ട്, പുതിയ ഇലകൾ തളിർക്കുന്നുണ്ട്. പ്രകൃതിയിൽ ഓരോ പുലരിയിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മരം അതിന്റെ ഇലകൾ പൊഴിക്കുന്നുണ്ടെങ്കിലും വീണ്ടും തളിർക്കുന്നു, വീണ്ടും കായ്ക്കുന്നു, പുതിയ വിത്തുകൾ ഉണ്ടാവുന്നു. പക്ഷെ നമ്മളെ കേസിൽ മാത്രോ 4-5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഒരേപോലെ ആണെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ട്, നമ്മൾ അതിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഈ ഒരു ഭൂമിയില് വളരെ കുറഞ്ഞ കാലമാണെങ്കിൽ പോലും നമുക്ക് ജീവിക്കാൻ ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തിനെ ഒരുപാട് കുറ്റം പറഞ്ഞും പരാതി പറഞ്ഞും ഇങ്ങനെ കളയേണ്ട ഒരു ടൈം അല്ല അത്. അത് ഭയങ്കര പ്രഷ്യസ് ആണ്. ഈ ഒരു സമയം ജീവിതവും ജീവനും തന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ ജമീല
ഓക്കെ. ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലാണ്, അങ്ങനെ പല രീതിയിൽ ജീവിതത്തിനെ ആസ്വദിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറിയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹലോ, ഒരു മിനിറ്റ്. ഓക്കെ, അതിൽ നിന്നെല്ലാം മാറിയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ സമയം വെറുതെ നശിപ്പിക്കാനുള്ളതല്ല, ടൈം കളയാനുള്ളതല്ല. അത് നമ്മൾ തന്നെ നമ്മളോട് പറയാ. കാരണം ഇനി പുതിയൊരു ഇയർ വരികയാണ്, എന്നിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് മാറ്റം വരണം, ഞാൻ ഇങ്ങനെ പോയാ പോരാ. ആ മാറ്റം വരിക എന്നുള്ളത് കേവലം ഒരു മൈൻഡിൽ മാത്രം മാറ്റം വരിക എന്നല്ല. നിങ്ങളെ ഫിസിക്കൽ ബോഡിയിൽ, നിങ്ങളെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. നിങ്ങളെ മെന്റൽ ഹെൽത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. നിങ്ങളെ അറിവുകൾ വർദ്ധിപ്പിക്കാം. നിങ്ങളെ സ്പിരിച്വാലിറ്റിയിൽ, നിങ്ങൾ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ അതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിലും എന്തെങ്കിലും അപ്ഡേഷൻസ് കൊണ്ടുവരാം. ഇന്നലെ കണ്ട പോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളെ ദൈവത്തിനെ കാണുന്നുണ്ടെങ്കിൽ ഇന്നലെയും പ്രയർ ചെയ്ത പോലെ തന്നെയാണ് ഇനിയും നിങ്ങൾ പ്രയർ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെവിടെ മടുപ്പ് വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ അറിഞ്ഞതിനേക്കാളും നമ്മൾ ദൈവത്തിനെ അറിയാനുണ്ടാവും. നമ്മൾ അനുഭവിക്കുന്നതിനേക്കാളും ആനന്ദം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ഇനിയും അനുഭവിക്കാനുണ്ടാവും. അങ്ങനെ എല്ലാത്തിലും നമുക്ക് നമ്മുടെ മക്കളുമായിട്ടുള്ള കണക്ഷൻ ഇനിയും വർദ്ധിപ്പിക്കാം. നിങ്ങളുടെ അറിവ് നന്നാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യം ഇനിയും മെച്ചപ്പെടുത്താം. ഇപ്പോൾ ഉള്ളതാണ് എൻ്റെ വിധി, അല്ലെ ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിത സാഹചര്യം ഇനിയും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. നിങ്ങളെ എൻവിയോൺമെന്റ് നിങ്ങൾ ശ്രമിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പം അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ വർഷങ്ങൾ ഒരുപാടായാലും നമുക്ക് മാറ്റം വരാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മള് ആ ഒരു 2025 ആ ഒരു നമ്പറെ മാറുന്നുള്ളൂ, അല്ലാതെ നമ്മൾ മാറുന്നില്ല. കാരണം തടസ്സം എവിടെയാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു യാത്ര പോകുമ്പോൾ ഓരോ ബസ് സ്റ്റോപ്പിൽ നിന്നും ഓരോ ഭാണ്ഡക്കെട്ടുകൾ തലയിൽ എടുത്ത് വെക്കാന്ന് പറഞ്ഞ പോലെ, നേരത്തെ നമ്മുടെ മെഡിറ്റേഷനിൽ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കറകൾ കുത്തുകൾ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സ്റ്റിൽ വേണ്ടാത്തത്, ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത, സങ്കടപ്പെടുത്തുന്ന ഇമോഷൻസേയും ആളുകളും അനുഭവങ്ങളും ഒക്കെ ഉള്ളിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വർഷം എത്ര മാറിയാലും എത്ര ന്യൂ ഇയർ വന്നാലും നമുക്ക് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മൾ ആ ഒരു ഓൾഡ് വേർഷൻസ് ഫുള്ള് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ ആ ഒരു പഴയ വേർഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരുപാട് മുറിഞ്ഞ, അല്ലെ കരഞ്ഞ, മുറിവേറ്റ, ഒറ്റപ്പെട്ട, നിസ്സഹായത അനുഭവിച്ച എല്ലാ ഒരു വേർഷൻസിനെയും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ഉള്ളിലും വെച്ചിട്ടാണ് പുതിയ വർഷത്തിലോട്ട് നിങ്ങൾ കിടക്കുന്നത്. പിന്നെ നമ്മൾ എത്ര സ്പ്രേ അടിച്ചാലും എത്ര പുതിയ ഡ്രസ്സ് പുറമിട്ടാലും ഉള്ളിൽ ആ നെഗറ്റീവ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ അവിടെയാണ് ഈ ലെറ്റ് ഗോ, വിട്ട് കളയുക എന്നുള്ള ഒരു പദത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ വിട്ട് കളയാൻ ഈസി ആണോ ചോദിച്ചു കഴിഞ്ഞാല് അത് ഈസി അല്ല. പക്ഷെ നിങ്ങൾ വിട്ട് കളയണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് വിട്ട് കളയാൻ പറ്റും. വിട്ട് കളയണം എന്നുള്ള ഒരു ഇന്റൻഷൻ, നമ്മൾ ഇന്നമല്ല ഭിന്നിയ എന്ന് പറയില്ല, നമ്മുടെ നെയ്യത്തുമലാണ് അല്ലെ? നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മെഡിറ്റേഷനിൽ കൊടുത്ത പോലെ നമ്മുടെ സെൽഫ് ഹീലിംഗ്, നമ്മളെ ഹൃദയം ശുദ്ധിയാവണം എന്നുണ്ടെങ്കിൽ, ഇനിയും നല്ല ജീവിതം കിട്ടണം എന്നുണ്ടെങ്കിൽ, നന്നായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, നിങ്ങളല്ലാത്ത നിങ്ങളിലുള്ള ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവും. ഈ പോരുന്ന വഴിന്ന് കിട്ടിയ ജീവിത വഴിന്ന് കിട്ടിയിട്ടുള്ള എന്തൊക്കെയോ ഉണ്ടാവും. അതിനെ വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറാവണം. അപ്പൊ തന്നെ ബോഡിന്റെ ഭാരം ഒരുപാട് കുറയും, മനസ്സിന്റെ ഭാരം കുറയും, ജീവിതത്തിന്റെ ഭാരം കുറയും. അതുപോലെ ജീവിതം ഒഴുകാൻ വേണ്ടി തുടങ്ങും. ജീവിതത്തിന്റെ ഒഴുക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ എല്ലാ ഭാണ്ഡക്കെട്ടുകളും ഒക്കെ ഉള്ളിൽ തന്നെ വെച്ച് പോകുന്നത് കൊണ്ടാണ് ജീവിതം ഭയങ്കര സ്റ്റക്കായിട്ടായിട്ടും ഭാരമായിട്ടും ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങളെ റെഡി ആക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ മെഡിറ്റേഷനിൽ ചെയ്തത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് ഈ വേദനകളൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കിയതാവണമെന്നില്ല. ആരൊക്കെയോ നമുക്ക് തന്നു പോയതാവാം, ഏതൊക്കെയോ അനുഭവങ്ങൾ നമുക്ക് തന്നതാവാം.
നമ്മൾ ചിലപ്പോ നിങ്ങളെല്ലാവരും അത്രയും നല്ല ജീവിതം അർഹിക്കുന്ന ആളുകളാണ്. അത്രയും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ അർഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഒരിക്കലും ഒരാളെയും ദൈവം ഇവൻ ഒരുപാട് വേദനിക്കട്ടെ, ഇവൾ ഒരുപാട് അനുഭവിക്കട്ടെ, ഇവൾക്ക് ഇങ്ങനൊക്കെ തന്നെ വേണം എന്ന് മനുഷ്യരെ പോലെ ദൈവം ഒരാളെയും കണക്കാക്കാറില്ല. പകരം നമ്മളെ ഇത്തരം അനുഭവങ്ങളാണ് നമ്മൾ അങ്ങനെ തോന്നിപ്പിക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ എന്റെ വീതിയാവൂലേ, ഞാൻ ഇനി ഇങ്ങനെ വേദനിക്കാനുള്ള ആളാണല്ലേ. പക്ഷെ അങ്ങനെ കരുതരുത്. സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ജീവിതം നിങ്ങൾക്കും അർഹിക്കപ്പെട്ടുള്ളതാണ്. നല്ല സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്കും അർഹിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന് മാത്രം പോന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും. പക്ഷെ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റാത്തത് ഈ പാസ്റ്റിലെ നെഗറ്റീവ് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുന്നതുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ഏതുപോലെ വെച്ച് കഴിഞ്ഞാല് ഒരു ടിവിയുടെ റിമോട്ട് അത് എന്റെ കയ്യിൽ കുറച്ചു നേരം ഞാൻ പിടിച്ചു വിചാരിച്ച് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരാൻ വേണ്ടി പോണില്ല. പകരം ഞാൻ ആ റിമോട്ട് ഒരുപാട് നേരം എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, എന്റെ കൈ വേദനിക്കും. ഒരു ഇന്ന് നൈറ്റ് കിടക്കുന്ന വരെ പിടിച്ചാൽ എന്റെ കൈ വേദനിക്കും. നാളെ രാവിലെ ആളും വീണ്ടും ഞാൻ ആ റിമോട്ട് പിടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും, കൈ വീണ്ടും വേദനിക്കും. ഒരു 2 ദിവസം കൂടെ ഞാൻ ആ റിമോട്ട് വീണ്ടും കയ്യിൽ പിടിച്ച് കൈ വേദനിച്ച് വേദനിച്ച് നീര് വന്നിട്ടുണ്ടാവും. പിന്നെയും ഒരു 10 ദിവസം ഞാൻ പിടിച്ച് നീര് വന്ന് കൈ പൊട്ടി മുറിഞ്ഞ് എല്ലാം ആയിട്ടുണ്ടാവും. അവിടെ റിമോട്ടാണോ പ്രശ്നം? റിമോട്ട് കത്തിയിട്ടാണോ കൈ ഇത്ര മുറിവാവാൻ? അല്ല. പകരം ആ റിമോട്ട് ഞാനൊരു 1, 2, 5 മിനിറ്റോ പിടിച്ചാല് കൈ വേദനിക്കൂല. പക്ഷെ ആ റിമോട്ട് ഞാൻ ഒരുപാട് കാലം ഹോൾഡ് ഓൺ ചെയ്ത് കയ്യിൽ വെച്ചാല് കൈ വേദനിക്കും. അവിടാണ് പ്രശ്നം. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും വേദനകളോ പ്രശ്നങ്ങളോ ഒക്കെ 1, 2 കുറച്ച് നേരത്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. ആരോ പറഞ്ഞ വാക്കാവാം, ആരോ നിങ്ങളെ ഒറ്റപ്പെടുത്തിയതാവാം, കളിയാക്കിയതാവാം, മുറിപ്പെടുത്തിയതാവും. അത് ആ സമയം കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും അതിനെങ്ങനെ കുഞ്ഞിനെ താലോലിക്കണ പോലെ നമ്മൾ അതിനെ ഓർത്ത് ഓർത്ത് എടുത്താൽ ആ വ്യക്തി, ആ സാഹചര്യം, ആ അനുഭവം ആ ഒരു നിമിഷം മാത്രമേ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മളത് മനസ്സിലിട്ടിട്ട് ഹൃദയത്തിലിട്ടിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കല്ലേ, അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾ മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഒരു സമയം നിങ്ങൾ മുറിഞ്ഞു, പക്ഷെ നിങ്ങൾ അതിനെ 5, 10 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഉള്ളിലിട്ടിട്ട് അതിനെ തന്നെ ചിന്തിച്ചിരുന്നാൽ ആ വ്യക്തിയൊക്കെ സുഖമായിട്ട് എവിടെയോ ജീവിക്കുന്നുണ്ടാവും, ആ പറഞ്ഞ ആളുകളൊക്കെ. പക്ഷെ നമ്മളിപ്പോഴും ആ ഒരൊറ്റ കാര്യം, ടിവിയുടെ റിമോട്ട് ഒരുപാട് കാലം കയ്യിൽ പിടിച്ച് കൈ മുറിവാവും എന്ന് പറഞ്ഞ പോലെ ആ വാക്കിനെ ഒരുപാട് കാലം ഉള്ളിൽ കൊണ്ടു നടന്ന് നമ്മൾ വീണ്ടും വീണ്ടും മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി അത് പറഞ്ഞ സമയം അല്ലെങ്കിൽ ആ സംഭവം ഉണ്ടായ സമയം അത് വെറും 5 ഡിഗ്രി ആയിട്ടേ ഉണ്ടാവുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ. നമ്മൾ അതേ സമയം തന്നെ അതിനെ വിട്ട് കളയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതവിടെ കഴിഞ്ഞു. അത് ചെറിയ മുറിവാവാം, അതവിടെ ഉണങ്ങിക്കോളും. പക്ഷെ നമ്മൾ വിടൂല, നമ്മൾ ഉള്ളിൽ തന്നെ വെക്കും. എന്നാലും അവരെന്നെ അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ അവർക്ക് എത്ര നന്മകൾ ചെയ്തു കൊടുത്താ, അവരെ ഞാൻ എത്ര സഹായിച്ച, എന്നാലും എന്നോട് തന്നെ ചെയ്തില്ലേ, എന്നോട് തന്നെ വേണമായിരുന്നോ. എന്നിട്ട് നമ്മൾ വർഷങ്ങളോളം നമ്മൾ ഉള്ളിൽ അത് വെക്കും. അപ്പൊ എന്താ ചെയ്യാ? നമ്മൾ വീണ്ടും 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 മുറിഞ്ഞോണ്ടിരിക്കും. ആ ടിവിയുടെ റിമോട്ട് പറഞ്ഞ പോലെ. നിങ്ങൾക്ക് റിമോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കുറച്ചു നേരം പിടിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു 2 ദിവസം ഇങ്ങനെ പിടിച്ചു നോക്ക്, എന്താ സംഭവിക്കുക? നിങ്ങളെ മസിൽസ് ഒക്കെ ഡാമേജ് ആവും, മൊത്തത്തിൽ കയ്യിന് എന്തെങ്കിലും പറ്റും. കാരണം എന്താ? അത്രയും നേരം നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പോ ആ ഗ്ലാസിന്റെ വെയിറ്റ് അല്ല അവിടെ പ്രശ്നം, നിങ്ങൾ എത്ര സമയം അത് കയ്യിൽ വെച്ചു, അതാണ് അവിടെ അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലോട്ടും കൈ പോലും പാരലൈസ് ആവുന്ന രീതിയിലോട്ടൊക്കെ ചിലപ്പോൾ ആയേക്കാം. ഇതുപോലെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ വേദനകളോ പ്രശ്നങ്ങളോ ആളുകളോ എല്ലാം വലിയ പ്രശ്നം. അതെല്ലാം വലിയ പ്രശ്നം. അതിനെ നമ്മൾ ഒരുപാട് കാലം ഇട്ട് ഉള്ളിൽ വെക്കണതാണ് വലിയ പ്രശ്നം. നമ്മൾ അതിനെ കാലങ്ങളോളം ഉള്ളിൽ വെക്കും തോറും 5 ഡിഗ്രി മാത്രം വേദന ഉണ്ടായ അത് 50 ഡിഗ്രിയും 500 ഡിഗ്രി എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം അതിന്റെ പെയിൻ ഉള്ളിൽ നിറയും. ഈ പെയിനാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ കാരണമാവും. നിങ്ങൾക്ക് സ്ട്രെസ് ആയിരിക്കും, നിങ്ങൾക്ക് ടെൻഷൻ ആവും, നിങ്ങൾക്ക് പിന്നെ അവരെ കാണാൻ താല്പര്യമില്ല, പിന്നെ ഒരു പരിപാടിക്ക് പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒന്നിനോടും താല്പര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടമില്ല, മൊത്തത്തിൽ ഒരു മടുപ്പ് എല്ലാത്തിനും കാരണമാവും. കാരണം എന്താ? ആ ഒരു വാക്ക് നിങ്ങൾ കാലങ്ങളോളം ഉള്ളിൽ വെച്ചു. ഒരു വാക്കിന്റെ കാര്യമാണ് ഇങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എത്ര കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ തന്നെ കൊണ്ട് നടക്കുന്നുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തൊക്കെ വേദനകൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കൊണ്ടെടുക്കുന്നുണ്ടാവും.
അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിനെ ലെറ്റ് ഗോ ചെയ്യാതെ, വിട്ട് കളയാ മീൻസ് അവര് നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല എന്നല്ല അർത്ഥം. നിങ്ങൾ ആരോ തന്ന മുറിവിനെ ഉള്ളിൽ വെച്ചാൽ നിങ്ങൾ തന്നെയാണ് ഇനിയും വേദനിക്കുക, നിങ്ങൾക്ക് തന്നെയാണ് അത് പ്രശ്നം ഉണ്ടാക്കുക. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ട് നമ്മളതിനെ വിട്ട് കളയുക, അതന്നെ ജസ്റ്റ് ഒഴിവാക്കി കളയുക. അത് മനസ്സിലൊന്ന് ഇന്റൻഷൻ വെക്കണ സമയം തന്നെ നമ്മൾ ഒരുപാട് ഫ്രീ ആവും, ഒരുപാട് ഫ്രീ ആവും. ഇത് സാരില്ല, അത് പോട്ടെ എന്ന രീതിയിൽ വിട്ട് കളയാൻ വേണ്ടി പറ്റണം. അപ്പം അങ്ങനെ വിട്ട് കളയുന്ന സമയത്ത് ചില ആൾക്കാർക്കെങ്കിലും തോന്നിയേക്കാം അത് അത്ര ഈസി ഒന്നും അല്ല നിങ്ങൾ വിചാരിക്കണ മാതിരി, ഞാൻ ഒരുപാട് വിട്ട് കളയാൻ വിചാരിച്ചിരുന്നു പക്ഷെ പറ്റണില്ല എന്നുള്ളത്. ഈ പറ്റണില്ല പറയുന്നോടത്ത് തന്നെ ഒരു പ്രശ്നം എന്താ അറിയോ, നിങ്ങൾ ഒരു മനസ്സുകൊണ്ട് വിട്ട് കളയണം വിചാരിക്കുന്നുണ്ടാവും, അപ്പുറത്തെ ഒരു ഭാഗം, നമ്മൾ മൈൻഡിന് തന്നെ രണ്ട് ഭാഗം ഉണ്ടെങ്കിൽ ഒരു ഭാഗം കൊണ്ട് വിട്ട് കളയാന്ന് വിചാരിച്ചത്, അപ്പുറത്തെ ഭാഗം നിങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അത് തന്നെ എടുത്ത് പറയും, എന്നാലും എന്തിനാ. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അറിയും അത് സാരല്ലേ വിട്ട് കളയാം പോട്ടെ, വീണ്ടും നിങ്ങൾ അതെടുത്ത് പറയും. അങ്ങനെ രണ്ട് മനസ്സ് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിനർത്ഥം എന്താ, നിങ്ങൾ ആ വേദനയൊക്കെ ഉള്ളിൽ സഹിച്ചു വെച്ചിട്ട് ആണ് വിട്ട് കളഞ്ഞത്. അപ്പൊ സഹിച്ചിട്ടല്ല വിട്ട് കളയേണ്ടത്. സഹിച്ചിട്ട് വിട്ട് കളഞ്ഞാൽ നമുക്ക് എന്നും അതിന്റെ വേദന ബാക്കിയാവും, ഉള്ളിൽ തന്നെ വേദന ഉണ്ടാവും. അങ്ങനത്തെ ചില ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവരാരെങ്കിലും വേദനിപ്പിച്ചിട്ട് അവർക്കൊരു നെഗറ്റീവ് അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയണ ആളല്ലേ പോട്ടെ, അയാൾ അറിയാതെ പറ്റിയതാവും എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഉള്ളിൽ ഈ വേദന ഫുള്ള് സഹിച്ചിട്ട് സ്വയം ഇങ്ങനെ നരകിക്കണ പോലെ അയാളെ മുന്നിൽ വീണ്ടും വർത്താനം പറഞ്ഞ് അഭിനയിച്ച് തകർക്കുന്നുണ്ടാവും. ഉള്ളിൽ കരയാവും പക്ഷെ പുറത്ത് ഇങ്ങനെ അറിയുന്ന ആളല്ല, അയാളിപ്പോ എന്താ വിചാരിക്കാന്ന് വെച്ചിട്ട് എത്ര വേദനിപ്പിച്ച ആളുകൾക്ക് മുന്നിൽ വീണ്ടും നമ്മളിങ്ങനെ ഇരക്കാന്നൊക്കെ പറയൂല, അതുപോലെ അഭിനയിച്ച് തകർക്കുന്നുണ്ടാവും. അപ്പൊ അതല്ല, സഹിച്ചിട്ട് വിട്ട് കളയണ കാര്യമല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. നമ്മൾ മെഡിറ്റേഷനിൽ പറഞ്ഞ പോലെ നമ്മളെ സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ ഫ്രീ ആക്കി കളയുക, ഒരു പക്ഷിനെ വിട്ട് കളയുന്ന പോലെ, കൂട്ടിലാക്കപ്പെട്ട പക്ഷിനെ വിട്ട് കളയുന്ന പോലെ ആ ഒരു അനുഭവത്തിനെ നിങ്ങൾ ഫ്രീ ആക്കി കളയുക. ഫ്രീ ആക്കി കളയുമ്പം അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആ വേദന കൊണ്ട്, അതിൽ നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ട്, അതിൽ നിങ്ങൾ വിട്ട് കളയാൻ തീരുമാനിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ കരുതിയിട്ടുണ്ടെങ്കിൽ ആ നന്മ നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും നന്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു മനസ്സിന്റെ ലക്ഷണമാണ്. ഈ ഇങ്ങനത്തെ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒരാൾക്ക് വിട്ടുകൊടുക്കുക ഒക്കെ പറയണത് എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല, എല്ലാവർക്കും പറ്റൂല. അത് ഫിസിക്കലി നിങ്ങൾക്ക് ഭയങ്കര ശക്തി ഉണ്ടെങ്കിൽ ഒരു വലിയൊരു പാറക്കല്ല് പൊക്കാൻ പറ്റുകയാണെങ്കിലും അതിലേറെ ശക്തി വേണം ഇത്തരം കാര്യങ്ങൾ വിട്ടുകൊടുക്കാനുള്ള മനസ്സിന്. അപ്പൊ നിങ്ങൾക്ക് അതിന് വിട്ടുകൊടുക്കാനുള്ള ആ ഒരു ശക്തി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അതിനെ പറ്റുള്ളൂ. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെയും മറ്റുള്ള ആളുകളെയും എല്ലാ സാഹചര്യങ്ങളെയും അറിയുന്ന, ഇതെല്ലാം കാണുന്ന ഒരു ദൈവം എല്ലാത്തിന്റെയും മുകളിലുണ്ട്. അപ്പോ നമ്മളൊരു കാര്യത്തിനെ വിട്ട് കളയുന്ന നിമിഷം മുതലേ നമ്മളെ ദറജ അവിടെ വർദ്ധിക്കാണ്. അപ്പൊ അത് വിട്ട് കളയാനുള്ള ഒരു പ്രോസസ്സ് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഏത് കാര്യങ്ങളെയാണ് ജീവിതത്തിൽ നിന്ന് എനിക്കിനി അത് വേണ്ട, ഞാൻ ഒരുപാട് കാലമായി ആ ഒരു വാക്കിനെ, ആ ഒരു വ്യക്തിയെ തന്നെ ഓർത്ത്, ആ ഒരു അനുഭവത്തിനെ തന്നെ ഓർത്ത് ഉള്ളിലിട്ട് വിഷമിച്ച് നടക്കുന്നു, എനിക്കിനി അത് വേണ്ട എന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പെന്നും ബുക്കും എടുത്തിട്ട് എന്താണോ ആ ഒരു അനുഭവം അത് കംപ്ലീറ്റ്ലി എഴുതുക. ജേണലിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എഴുതുക, വിവരിച്ച് എഴുതാം. ഇവിടെ ആരും കാണാൻ വേണ്ടി പോണില്ല, നിങ്ങളും അല്ലെ നിങ്ങളുടെ ദൈവവും മാത്രമേ അത് കാണുന്നുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ആരെയും പേടിക്കണ്ട. ആ അനുഭവം കംപ്ലീറ്റ്ലി എഴുതുക. നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നുന്നുണ്ടോ, വാശി തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് രണ്ട് ചീത്ത പറയാൻ വേണ്ടി തോന്നുന്നുണ്ടോ, അതെല്ലാം എഴുതുക. കംപ്ലീറ്റ്ലി പറയാനുള്ളതും എല്ലാം എഴുതുക. അപ്പൊ ആ വ്യക്തിനെ കണ്ടാൽ നമ്മൾ എങ്ങനെ നേരിട്ട് പറയും അതുപോലെ വിവരിച്ച് എഴുതുക. അങ്ങനെ എഴുതിയതിന് ശേഷം കംപ്ലീറ്റ്ലി എഴുതുക. അപ്പൊ ചിലപ്പോ കരച്ചിൽ വരാം, കാരണം നമ്മൾ ഉള്ളിൽ സഹിച്ചു വെച്ചതാവും, നമ്മൾ പിടിച്ചു വെച്ചതാവും, ഒരുപാട് കാലം കൊണ്ട് നടന്ന മുറിവാവും അല്ലെ. ആ റിമോട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് 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 ഒരു 2 കൊല്ലം കഴിയുമ്പോൾ റിമോട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവും. അതുപോലെയാണ് നമ്മൾ ഉള്ളിൽ വെച്ച, ഹോൾഡ് ഓൺ ചെയ്ത് വെച്ച ഈ ഒരു വേണ്ടാത്ത കാര്യങ്ങളെ വിട്ട് കളയുമ്പം അല്ലെ, നമ്മൾ അതിനെ എഴുതുമ്പോൾ ചിലപ്പോൾ കരച്ചിൽ വരാം, ചില ആളുകൾക്ക് സങ്കടം തോന്നാം, ചില ആളുകൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നൂല, ഓരോരുത്തരെ പോലെയാണ്. അതിനർത്ഥം ഇത്രയും കാലം ഈ വേദന ഒക്കെ നിങ്ങൾ ഉള്ളിലാണ് എടുത്തു വെച്ചത്, അതിനെ നിങ്ങൾ പുറത്തേക്ക് കളയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാത്തിനെയും ഒരു പിടിച്ചുവെക്കലും ഇല്ലാതെ, ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് എഴുതാം, വാശി തോന്നുന്നുണ്ടെങ്കിൽ അത് എഴുതാം, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു അനുഭവമായി ബന്ധപ്പെട്ട്
എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, എന്തിനാ ദൈവം എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, എന്തിനാ അവരെന്നെ ഇങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെ എല്ലാം എഴുതാം. മൊത്തത്തിൽ എഴുതി നിങ്ങൾക്ക് തോന്നാണ് കഴിഞ്ഞു എന്റെ ഉള്ളിൽ പറയാനും എല്ലാം ഉള്ളത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്റെ ഉള്ളിലുള്ള പറയാനുള്ള എല്ലാം പരാതിയും കഴിഞ്ഞു എന്ന് തോന്നുന്ന ഒരു മൊമെന്റിനല്ലോ, ചിലപ്പോൾ ഒരുപാട് പേജുകൾ വരാം എഴുതാനുള്ളത്, എല്ലാം എഴുതിയിട്ട് അതിന് ശേഷം എന്ത് ചെയ്തണ്ടേ, ഐ ലെറ്റ് ഗോ. ഞാൻ ഈ ഒരു കാര്യത്തിന് ഐ ലെറ്റ് ഗോ ദിസ് പേഴ്സൺ, ഒരാളെ കുറിച്ചാണെങ്കിൽ ഐ ലെറ്റ് ഗോ ദിസ് പേഴ്സൺ, ഇപ്പൊ ഒരു സംഭവമാണെങ്കിൽ ഐ ലെറ്റ് ഗോ ദിസ് സിറ്റുവേഷൻ, ഇനി ഒരു വേദനയാണെങ്കിൽ ഐ ലെറ്റ് ഗോ ദിസ് ഇമോഷൻ ഫ്രം മൈ ലൈഫ്, എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇതിനെ വിട്ട് കളയുന്നു. ആൻഡ് ഐ ലെറ്റ് ഫ്ലോ ടു മൈ ഫോർച്യൂൺ, എന്റെ ഭാഗ്യത്തിലോട്ട് ഞാൻ ഒഴുകുന്നു. ഈ ഒരു അഫർമേഷൻ അതിന്റെ താഴെ എഴുതുക. അതായത് ഐ ലെറ്റ് ഗോ ദിസ് പേഴ്സൺ ഓർ ഇമോഷൻ ഓർ സിറ്റുവേഷൻ ഫ്രം മൈ ലൈഫ് ആൻഡ് ഐ ലെറ്റ് ഫ്ലോ ടു മൈ ഫോർച്യൂൺ, എന്റെ ഭാഗ്യം അല്ലെങ്കിൽ നല്ല ജീവിതത്തിലോട്ട് ഞാൻ ഒഴുകുന്നു. ഈ അഫർമേഷൻ തന്നെ ഉണ്ട് രഹസ്യം എന്താ അറിയോ, നമ്മളെ ജീവിതത്തിൽ നമുക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ്സ് കെട്ടിപ്പിടിച്ചിരുന്നാല് നല്ല കാര്യങ്ങളൊന്നും ജീവിതത്തിലേക്ക് വരില്ല. കാരണം നല്ലതിന് കടന്നു വരാൻ നിങ്ങൾ സ്ഥലം ഒരുക്കിയാലേ നല്ലത് വരുള്ളൂ. നിങ്ങളെ വീട്ടില് ഒരു പഴയ ഹാളിൽ പഴയ സോഫ സെറ്റും പഴയ കേട് വന്ന ഒരു ടാബ്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെക്കാം. അവിടേക്ക് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടേക്ക് നല്ലത് വരണം നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പഴയതിനെ അവിടുന്ന് മാറ്റിയാലേ പുതിയതിന് അവിടേക്ക് കടന്നു വരാനുള്ള സ്പേസ് ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ ഒരു ഒരു കാലത്ത് നമുക്ക് വേദനയും നെഗറ്റീവ് സിറ്റുവേഷൻസും കുറച്ച് വേദനിപ്പിക്കുന്ന ആൾക്കാരും കടന്നു വന്ന് വിചാരിച്ച് എന്നും അങ്ങനെയല്ല ഉണ്ടാവുക. അത് കഴിഞ്ഞു, അത് പാസ്റ്റ് ആണ്. പക്ഷെ അതിന് ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത് നമ്മളാണ്. അതാ ഞാൻ പറഞ്ഞ മരങ്ങൾ കരിഞ്ഞ ഇലയെ പൊഴിച്ചിടുന്നത് പോലെ, കരിഞ്ഞ ഇലയെ മരങ്ങൾ ഒഴിവാക്കുമല്ലോ, അതുപോലെ ഇലകൾ പൊഴിയുന്ന പോലെ നിങ്ങളിൽ നിന്ന് ഈ വേണ്ടാത്തതിനെ ലെറ്റ് ഗോ, അതിനെ വിട്ട് കളയാ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നടന്ന ഇമോഷണൽ വെയ്റ്റ്സ് നിങ്ങളെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ഊർന്ന് വീഴുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ സങ്കടങ്ങള് നിങ്ങളെ വേദനകളെല്ലാം നിങ്ങളിൽ നിന്ന് ഇല്ലാതായി പോണത് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പ്രകാശമുള്ള ആളായിട്ട് മാറും. നിങ്ങളെ മൂടിയിട്ടുള്ള ആ ഒരു കരിയും പുകയും ഡാർക്ക്നെസ്സും അതെല്ലാം പോകുമ്പോ നിങ്ങൾ ഏറ്റവും ശുദ്ധമായിട്ടുള്ളതായിട്ട് മാറും. മെഡിറ്റേഷനിൽ നമ്മൾ ഹൃദയത്തിന്റെ അവസ്ഥ പറഞ്ഞ പോലെ ആ കറുത്ത കുത്തുകളൊക്കെ മായുന്നതോടെ ഹൃദയം വെട്ടിത്തിളങ്ങുന്ന ഒരു ശുദ്ധമായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറും, അല്ലേ? അപ്പം ഹൃദയത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, മനുഷ്യ ശരീരത്തില് ഒരു മാംസ കഷ്ണുണ്ട്, അത് നന്നായാലും എല്ലോ നന്നായി, അത് മോശമായാലും എല്ലോ മോശമായി, പ്രവാചകര് പറയുന്ന ഒരു കാര്യം അല്ലെ. ആരാണോ അവരുടെ ഹൃദയം ശുദ്ധിയാക്കുന്നത് അവര് വിജയിച്ചു, ആരാണോ അവരുടെ ഹൃദയം മലിനമാക്കുന്നത് അവരെ പരാജയപ്പെട്ടു. അപ്പൊ ഈ ഹൃദയം മനസ്സെന്നൊക്കെ പറയുന്നതില് നിങ്ങളെ ലൈഫിൽ ഇത്രയും കാലമുള്ള വേണ്ടാത്തതെല്ലാം കൊണ്ട് നടക്കുന്ന അതിന്റെ ഭാഗമാണ്. ന്യൂ ഇയർ ഇനിയും വരും. റമദാൻ വരുമ്പോ മാത്രം എല്ലാം വീടൊക്കെ വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര തട്ടിക്കൊട്ടല, ഭയങ്കരമായിട്ട് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇതൊക്കെ വരും, ഇനിയും വരും. മാസത്തിൽ ഓരോ ആഘോഷങ്ങൾ വരും, അപ്പൊ നമ്മൾ നമ്മളെ വീടൊക്കെ വൃത്തിയാക്കും അല്ലെ. ന്യൂ ഇയർ വരുമ്പോ പുതിയ ആളാവാൻ വേണ്ടി നോക്കും. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പല ആൾക്കാരും ചെയ്യാത്തതും മാറാതെ നിൽക്കുന്നതും എന്താ, നമ്മുടെ ഉള്ളിലാണ് ഈ വേസ്റ്റ് മൊത്തം കിടക്കുന്നത്. ഇപ്പൊ ജീവിതത്തിക്ക് നല്ലത് കടന്നു വരണം എന്നുണ്ടെങ്കിൽ നല്ലത് അല്ലാത്തതിനെ ആദ്യം ഇവിടുന്ന് ഒഴിവാക്കണം. എന്നാലേ നല്ലത് വരുള്ളൂ, നല്ലതിന് അവിടേക്ക് കടന്നു വരാനുള്ള സ്പേസ് ഉള്ളൂ. അപ്പം ഇതിനുള്ള ഒരു മെത്തേഡ് എന്താ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാക്ടിക്കൽ ടാസ്ക് കേട്ടോ, ഇത് ചെയ്തവർക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. ഈ ചെറിയ കാര്യം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ കൊടുത്താൽ മതി. ആ കാര്യം ഇനിയും ഞാൻ ഒരുപാട് കാലം എന്റെ തന്നെ ഭാഗമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണില്ല, ഞാനതിനെ വിട്ട്. ഇനി എനിക്കിത് വേണ്ട, അത് കഴിഞ്ഞു, കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. അതിനെ കൊണ്ട് ദൈവം എനിക്ക് എന്തോ നല്ലത് കരുതി വെച്ചിട്ടുണ്ടാവാം, അതിൽ അത് എന്തോ ഒരു കാരണത്തിന് വേണ്ടി സംഭവിച്ചിട്ടുണ്ടാവാം. ഞാൻ എപ്പോഴും വിശ്വസിക്കാറുള്ളത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യവും വെറുതെ അല്ല. വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായിക്കോട്ടെ, നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി വരുന്ന ആളുകളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, ഒന്നും വെറുതെ നമ്മളെ കുത്തി വേദനിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. എല്ലാം ഒരു അനുഗ്രഹിക്കപ്പെട്ട കാരണത്തിന് വന്നതാ. അപ്പൊ ചിലപ്പോ നമുക്ക് തോന്നും ഇതിന്നൊക്കെ എന്താ അനുഗ്രഹം കിട്ടാനാണ്. അനുഗ്രഹം തന്നെയാണ്. പല ആൾക്കാരും ഒറ്റപ്പെടുത്തിയോണ്ടല്ലേ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. പല ആൾക്കാരും അങ്ങനെ ആരൊക്കെയോ ഒറ്റപ്പെടുത്തിയോണ്ടാണ് അവര് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. ആരൊക്കെയോ ഒഴിവാക്കിയോണ്ടാണ് അതിൽ നിന്ന് അവര് വീണ്ടും ഒറ്റക്ക് സ്വയം കരുത്ത് നേടിയിട്ടുണ്ടാവുക.
അങ്ങനെ ഒറ്റപ്പെടുത്തതിൽ നിന്ന് രക്ഷപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. അപ്പോ നമ്മളെ ലൈഫിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾക്കും പിന്നിലും ഒരു ബ്ലെസ്ഡ് റീസൺ, അനുഗ്രഹിക്കപ്പെട്ട കാരണമുണ്ട്. ആ കാരണം മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അറിയോ? ആരാണോ നമ്മളെ വേദനിപ്പിച്ചത് അവരോട് പോലും നന്ദി പറയും. താങ്ക് യു ട്ടോ. നിങ്ങൾ അന്ന് എന്നെ ഒറ്റപ്പെടുത്തിയോണ്ടാണ് ഇന്ന് ഞാൻ എന്നിൽ വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇന്ന് ഞാൻ എന്നിലൊരു കരുത്തുണ്ടായത്. അപ്പോഴാണ് നമ്മൾ നന്ദി പറയാ. നമ്മളെ വേദനിപ്പിച്ചൊരു അനുഭവം ഉണ്ടാവും. ആ ഒരു അനുഭവം വന്നേന്നാവും നമ്മൾ കുറെ പാഠങ്ങൾ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ടാവുക. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട, ജീവിതത്തിൽ എന്തിനൊക്കെ ഇടം കൊടുക്കണം, എന്തിനൊക്കെ ഇടം കൊടുക്കണ്ട, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. സ്കൂളിൽ നമ്മൾ പാഠപുസ്തകങ്ങളാണ് പഠിക്കുക. പക്ഷെ ജീവിതത്തിൽ നിന്ന് അങ്ങനെയല്ല. ജീവിതത്തിൽ നിന്ന് ഓരോ അനുഭവം വന്നിട്ട് തന്നെയാണ് നമ്മൾ ഓരോന്ന് പഠിച്ചിട്ട് കടഞ്ഞെടുത്തിട്ട് ഇങ്ങനെ, നമ്മൾ പറയല്ലോ കൽക്കരിനെ ഒരുപാട് ചൂടിലൂടെ കടത്തി വിട്ടിട്ടാണ് ഡയമണ്ട് ആവുക. ഇതുപോലെ കടഞ്ഞെടുത്തിട്ടാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വേർഷൻ ആയിട്ടുള്ള നമ്മളായിട്ട് മാറുക. അപ്പൊ ആ നമ്മളാവണമെങ്കിൽ ഇതൊക്കെ വരണം. എന്നിട്ട് അതിൽ നിന്നാണ് കടഞ്ഞെടുത്ത് നിങ്ങൾ ഏറ്റവും നല്ല നിങ്ങളായിട്ട് മാറുക. അപ്പൊ നമ്മൾ ഈ ഒരു ബ്ലെസ്ഡ് റീസൺ അറിഞ്ഞ നമ്മൾ എല്ലാത്തിനോടും നന്ദിയുള്ളവരാവും. ഓക്കെ, ഓരോ വേദനക്ക് പിന്നിലും ഒരു ഗിഫ്റ്റ് നിങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെ പിന്നിലും ഒരു കാരണമുണ്ട്. അപ്പൊ നമ്മൾ എല്ലാത്തിനോടും നന്ദി പറയും. ഓക്കെ, അപ്പം ആ സമയമാവുമ്പോ നമ്മൾ നന്ദി പറയും. അപ്പൊ എന്താ വേണ്ടേ? അതിന്റെ മുന്നേ തന്നെ ഈ വേണ്ടാത്ത ഇമോഷൻസും ഇഷ്ടമില്ലാത്ത എല്ലാത്തിനെയും ഉള്ളിൽ വെച്ചിരിക്കാതിരിക്കോ, ജസ്റ്റ് വിട്ട് കളയാം. ഓക്കെ, അപ്പൊ വിട്ട് കളയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന് വർക്ക്ഔട്ട് ആവുന്ന പ്രാക്ടിക്കൽ ടാസ്കാ പറഞ്ഞത്. എന്താണ്? നമ്മുടെ ഗ്രൂപ്പ് മെന്ററിങ്ങിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാ. എന്താ വെച്ച് കഴിഞ്ഞാല്, പറഞ്ഞല്ലോ ആ ഒരു കാര്യത്തിന് എന്താണോ അതിനെ കംപ്ലീറ്റ്ലി എഴുതാൻ വേണ്ടി തുടങ്ങുക. നിങ്ങൾ എഴുതുമ്പം നിങ്ങളെ മനസ്സ് പറഞ്ഞുതരും. പല ആൾക്കും ഡൗട്ടാ എങ്ങനാ എഴുതണ്ടേന്ന്. നിങ്ങൾ തുടങ്ങിയാൽ മതി, നിങ്ങളെ മനസ്സ് പറഞ്ഞുതരും. നിങ്ങളിപ്പോ ഒരാളോട് പോയി പരാതി പറയുമ്പോ തന്നെ നിങ്ങളെ ആരെങ്കിലും അതിന്റെ ഫോർമാറ്റ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പറയൂല അയാൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, നിങ്ങൾ അങ്ങനെ പറയും. അതുപോലെ നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങളെ സങ്കടങ്ങളും നിങ്ങൾ ഉള്ളിൽ വെച്ചിട്ടുള്ള വേദനകളും എല്ലാം ഒഴുകി തുടങ്ങും. അത് എഴുതി എഴുതി ആ കാര്യം നിങ്ങൾക്ക് ഉള്ളിലുള്ള എടുത്തു വെച്ചതെല്ലാം പുറത്തു വന്നു എന്ന് തോന്നിയതിനു ശേഷം, ഐ ലെറ്റ് ഗോ ദിസ് ഫ്രം മൈ ലൈഫ്, എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇതിനെ വിട്ട് കളയുന്നു. ആൻഡ് ഐ ലെറ്റ് ഫ്ലോ ടു മൈ ഫോർച്യൂൺ, എന്റെ നല്ല ജീവിതത്തിലോട്ട് ഞാൻ ഒഴുകുന്നു. ഞാൻ പറഞ്ഞല്ലോ ഈ കഴിഞ്ഞതാണ് ഇതൊക്കെ. നമുക്ക് ഇനിയും എല്ലാവരും നല്ല ജീവിതം അർഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നല്ല ജീവിതം അർഹിക്കുന്നുണ്ട്, നല്ല ഭാവി അർഹിക്കുന്നുണ്ട്, നല്ല സന്തോഷങ്ങൾ അർഹിക്കുന്നുണ്ട്. അർഹിക്കുന്നുണ്ടെന്ന് വെറുതെ പറയല്ല, അർഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ദൈവം നീതിമാനാണെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള സൂര്യപ്രകാശം, വായു, വെള്ളം, ഈ ഒരു തണുപ്പ്, ചൂട്, ഈ ഒരു പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾ, പച്ചക്കറി, ഫ്രൂട്ട്സ്, മണ്ണ്, ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് കൂടുതൽ വായും നിങ്ങൾക്ക് കുറച്ച് കുറച്ച് സൺലൈറ്റും ആണ് അവിടെ തന്നിട്ടുള്ളത്. ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപോലെയാണ് ഇത് വിഹിതം വെച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ആരുടെയും കുറഞ്ഞു പോകണ്ടോ സൺലൈറ്റ്? ഇല്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരു വിത്ത് പൊട്ടി മുളക്കാൻ കുറച്ച് സൺലൈറ്റ് ആവശ്യമാണ്, മണ്ണ് ആവശ്യമാണ്, മണ്ണിലെ വളങ്ങൾ ആവശ്യമാണ്. ആ വിത്ത് അത് എടുത്തു എന്ന് വെച്ച് വേറൊരു മരത്തിന് അത് കുറഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. അതിന് വേണ്ടത് അതിന് കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങളൊരു സൃഷ്ടിയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളി, നല്ല ജീവിതം നിങ്ങൾ അർഹിക്കുന്നുണ്ട്, സമാധാനവും സന്തോഷവും നിങ്ങൾ അർഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാ? അതിന് കടന്നു വരാൻ പാകത്തിലല്ല നമ്മളെ ഹൃദയമുള്ളത്. നമ്മളെ ഉള്ളിൽ ഫുള്ള് നെഗറ്റീവ്സാ. അപ്പൊ അതിനെ വേണ്ടാത്തതിനെ ലെറ്റ് ഗോ ചെയ്ത് കളയുമ്പോൾ അനാവശ്യമായ ഭാരങ്ങൾ ഇനിയും താങ്ങിക്കൊണ്ട് നടക്കാതെ നമ്മളായിട്ട് അതിനെ വിട്ട് കളയാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയം മുതലാണ് നിങ്ങൾക്കായിട്ട് ഇനിയും ഒരുപാട് നന്മകളും സന്തോഷങ്ങളും നേട്ടങ്ങളും ഒക്കെ എന്ത് വെച്ചിട്ടുണ്ട്, കാത്തു വെച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മളെ പാസ്റ്റ് ലൈഫ് നമ്മളെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. പല ആൾക്കാരും നമ്മളെ ഭാവി എങ്ങനെയാ ചിന്തിക്കുക? എന്റെ കഴിഞ്ഞ കാലത്ത് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് എന്റെ ഭാവി ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരുപാട് തകർച്ചുണ്ട്, നഷ്ടങ്ങളുണ്ട്, ആരൊക്കെയോ ഒഴിവാക്കി പോയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ഭാവിയിൽ ഇനി നല്ല ആൾക്കാരൊന്നും വരാൻ വേണ്ടി പോണില്ല, നല്ലതൊന്നും നടക്കാൻ വേണ്ടി പോണില്ല. കഴിഞ്ഞതിനെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി കഴിഞ്ഞതിലെ സങ്കടവും ഫ്യൂച്ചർ അങ്ങനെ ആയിപ്പോവല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രസന്റ് മൊമെന്റ് ഈ നിമിഷവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ അത് ആലോചിച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് ഫ്യൂച്ചർ വരെ നമ്മൾ കണക്ട് ചെയ്യാണ്. നമ്മളാണ് കണക്ട് ചെയ്യണേ, ദൈവമല്ല. നമ്മളാണ് കണക്ട് ചെയ്യണേ.
എന്നിട്ട് ഇത് രണ്ടും കൂടെ ചിന്തിച്ചിട്ട് ഈ നിമിഷത്തെ സന്തോഷങ്ങൾ മൊത്തം നമുക്ക് സന്തോഷിക്കാൻ പറ്റൂല. അപ്പൊ മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞ ജീവിതം തന്നെ ഒരു തള്ളി നീക്കലായിട്ട് മാറും. അങ്ങനല്ല, പാസ്റ്റ് കഴിഞ്ഞു, അതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളാണ് ഉള്ളിൽ കൊണ്ട് നടക്കണേ. അതിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക, എന്നിട്ട് നല്ലതിനെ പ്രതീക്ഷിക്കുക. മെഡിറ്റേഷനിൽ ലാസ്റ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ വേണ്ടത്, എങ്ങനെയാണോ ജീവിക്കേണ്ടത്, എന്തൊക്കെ നേട്ടങ്ങളാണോ വേണ്ടത്, അതിനെ മനസ്സിൽ കാണുക, അത് കിട്ടുന്നു പ്രതീക്ഷിക്കുക, അതിന് പ്രാർത്ഥിക്കുക. മനുഷ്യന്മാരെപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ള ആളായിട്ട് വേണ്ടത്. ഇന്ന് നാളെ ലോകാവസാനം ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയാൽ പോലും നിങ്ങൾ ഇന്ന് ഒരു മരം നടുക എന്ന പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നാളെ ലോകാവസാനം ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്ന് എന്തിനാ മരം നടുക എന്നുള്ള ചിന്ത നമുക്ക് വരികയാണെങ്കിൽ അവിടെ പോയി. അതേപോലെ പല ആൾക്കാരും എന്റെ കഴിഞ്ഞ കാലം അങ്ങനെയൊക്കെയായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇനിയിപ്പോ ഞാൻ നല്ലതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മളല്ലേ നിരാശനെ കൊണ്ട് നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്നത്. ഈ ആൽക്കഹോള്, ഡ്രഗ്സ്, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ ഫിസിക്കൽ ബോഡിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ പോലെ നമ്മളെ മൊത്തത്തിൽ ലൈഫിനെ ഇല്ലാണ്ടാക്കും. നിരാശ, പ്രതീക്ഷയില്ലായ്മ, പേടി ഒക്കെ ലൈഫിനെ ഇല്ലാണ്ടാക്കും. അപ്പൊ എപ്പോഴും ഈ വേണ്ടാത്തതിനെ ലെറ്റ് ഗോ ചെയ്യുക, വിട്ടുകളയുക. അതിനുള്ള മെത്തേഡാണ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനിയോ, വരാനുള്ളതിൽ ഏറ്റവും നല്ലതിന് ചിന്തിക്കുക, ഏറ്റവും നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഏറ്റവും നല്ലതിനെ പ്രതീക്ഷിക്കുക. കാരണം അതവിടെ കാത്തു വെച്ചിട്ടുണ്ട്. ഐ ലെറ്റ് ഗോ ദിസ് ഫ്രം മൈ ലൈഫ് ആൻഡ് ഐ ലെറ്റ് ഫ്ലോ ടു മൈ ഫോർച്യൂൺ. എന്നെ കാത്തു വെച്ച ആ ഒരു ഭാഗ്യ ജീവിതം, അതിലോട്ട് ഞാൻ ഒഴുകുന്നു. ഒഴുകണമെങ്കിൽ നിങ്ങൾ വേണ്ടാത്തതിനെ കളയണം, എന്നാലേ ഒഴുകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ സെഷന്റെ മൊത്തം കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ന്യൂ ഇയർ ഒക്കെ വരാൻ പോവുകയാണ്, ശരിയാണ്. പക്ഷെ എന്റെ ചോദ്യം, വർഷത്തില് ആ കലണ്ടറിൽ ഒക്കെ മാറുന്നുള്ളൂ. നിങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാലത്തെ ജീവിതത്തില് നിങ്ങളല്ലാത്ത ഈ ഒരു ഭാരങ്ങളെ വിട്ട് കളയാൻ ഇനിയെങ്കിലും നിങ്ങൾ തയ്യാറാവണം. പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മരിച്ചാൽ പോലും അവർക്ക് ഞാൻ പുറത്തു കൊടുക്കൂല, മരിച്ചാൽ പോലും ഞാൻ അവരോട് മിണ്ടൂല. നമ്മളിങ്ങനെ എടുത്ത് വെച്ച് വിട്ട് കളയാതെ ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് ആർക്കാ നഷ്ടം? നമ്മക്കല്ലേ. നമുക്ക് ആകെ ഒരു ലൈഫുള്ളൂ. അതിങ്ങനെ ഒരുപാട് തലയിൽ വെച്ചിട്ട് ആരോടൊക്കെ ഉള്ള ദേഷ്യവും വിദ്വേഷവും വെറുപ്പും കൊണ്ട് നടന്ന് എന്തിനാണ് സ്വയത്തിനെ ഇല്ലാണ്ടാക്കണേ? എന്റെ വീട്ടിലൊരു ബോംബ് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് എന്റെ അയൽവാസി കൊണ്ടുവന്ന് വെച്ചതാ പറഞ്ഞിട്ട് കാര്യമില്ല. ബോംബ് പൊട്ടുന്നത് എന്റെ വീട്ടിലായിരിക്കും. അതുപോലെയാണ് നമ്മളെ ഉള്ളിൽ കുറെ വിദ്വേഷവും വെറുപ്പും പകയും വെച്ചിട്ട് അത് അവര് ചെയ്തതാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം നിങ്ങളെയാണ് മോശമായിട്ട് ബാധിക്കുക. അത് മനസ്സിലാക്കിയിട്ട് ലൈഫിലുള്ള എല്ലാ വേണ്ടാത്ത എല്ലാ നെഗറ്റീവ്സിനെയും എല്ലാ പാസ്റ്റ് പെയിനെയും ലെറ്റ് ഗോ ചെയ്യാൻ, വിട്ടുകളയാൻ വേണ്ടി തീരുമാനിക്കാം. നമ്മളെ വിട്ടുകളയാൻ വേണ്ടി തീരുമാനിക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങളെ പാസ്റ്റിന് നിങ്ങളെ ലൈഫിൽ പിന്നെ സ്ഥാനമില്ല. നമ്മൾ വിട്ടുകളയാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ അതിന് പിന്നെ അവിടെ സ്ഥാനമില്ല. നമ്മൾ വിട്ടുകളയാതെ കൊണ്ട് നടക്കുന്ന സമയമാണ് അതിനെന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാനും ആകെ ഇടങ്ങാറാക്കാനും പറ്റുക. അപ്പം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളെ കാത്തിരിക്കുന്ന ആ നല്ല ലൈഫിലോട്ട് ലെറ്റ് ഫ്ലോ, ഒഴുകാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. ഓക്കെ. കാരണം ഒരു പുഴയ്ക്ക് ഏറ്റവും മനോഹരമായിട്ട് ഒഴുകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് അത്രയും സിമ്പിൾ ആയിരിക്കണം. ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലേ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് ഒഴുകാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാ, അതിലൊരുപാട് വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും, അതിനുകൊണ്ട് ഒഴുകാൻ പറ്റാത്ത. ജീവിതത്തിന്റെ ഒഴുക്ക് എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്തിരിഞ്ഞ് ആലോചിക്കുക. എന്തോ ഒരു സംഭവം ഉണ്ടായ സമയം മുതലാണ് നിങ്ങൾ ഒഴുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ഏതോ ഒരു സമയം എന്തോ ഉണ്ടായത് മുതലാണ് നിങ്ങളെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ടാവുക. പല ആളുകളും ഒരുപാട് വേദനകൾ ഉള്ളിൽ കൊണ്ട് നടന്ന് അവരെ ക്യാരക്ടറെ മാറിപ്പോയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ നേരത്തെ റിമോട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, റിമോട്ട് കയ്യിൽ പിടിച്ച് 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 പിന്നെ ഇവർക്ക് ആകെ കയ്യിന് വേദന, കയ്യിന് നീരൊക്കെ ആയിട്ടുണ്ടാവും. അതുപോലെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ഉള്ളിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറിപ്പോവും. നമ്മൾ എപ്പോഴും ദേഷ്യപ്പെടുന്ന, പൊട്ടിത്തെറിക്കുന്ന, മക്കളോട് എപ്പോഴും ചൂടാവുന്ന, നമ്മൾ വേറൊരാളാവും. അപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുക. നമ്മളെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവണമെന്നില്ല. പുറത്തുള്ള ആൾക്കാർ പറയും, നീ ആകെ മാറിപ്പോയല്ലോ, പണ്ടത്തെ പോലെയല്ലോ, ഇപ്പൊ അങ്ങനെ ചിരിയും കളിയൊന്നുമില്ലല്ലോ, ദേഷ്യാണല്ലോ എന്നൊക്കെ. കാരണം എന്താ, ഈ അൺവാണ്ടഡ് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളതിനെ കൊണ്ടാണ്. അപ്പോൾ എത്രത്തോളം ഈ വേണ്ടാത്തതിനെ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട്, ലെറ്റ് ഗോ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ മുറുകെ പിടിക്കുന്നു, അത്രത്തോളം ലൈഫ് ഈസി ആയിട്ട് മാറും. നിങ്ങൾ ആ ബെസ്റ്റ് സെൽഫിനെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു കുട്ടിക്കാലത്തെ കുട്ടീനെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള, ചിരിച്ച് കളിച്ച് നടക്കണ ആ ഒരു കുട്ടി, അതിന് നഷ്ടപ്പെട്ട എന്തുകൊണ്ടാ, പിന്നീടുള്ള ലൈഫിൽ ഒരുപാട് ഭാരങ്ങൾ അടിഞ്ഞു കൂടിയതിനെ കൊണ്ടാ.
അപ്പൊ ആ കുട്ടിയിലോട്ട് തിരിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അൺവാണ്ടഡ് കാര്യങ്ങളെ നമ്മൾ ഇങ്ങനെ റിമൂവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇനി ഈ ലെറ്റ് ഗോ എന്നുള്ള കൺസെപ്റ്റ് ഇനി ഒരുപാട് പറയാനുണ്ട്. അത് ചെറിയൊരു കാര്യമില്ല. ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. ഈവൻ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിൽ പോലും, നമ്മുടെ വീട് ക്ലീൻ ആയിരിക്കുന്നതിലൊക്കെ പറയാനുണ്ട്. ഓക്കെ. അപ്പൊ ഇൻഷാല്ല അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത സെഷനിൽ പറയാം. ഇന്ന് നമ്മളെ ടൈം ആയിട്ടുണ്ട്. അടുത്ത സെഷൻ ഇൻഷാല്ല നമ്മള് ഈ ഒരു മേ ബി ഡിസംബർ 1-നായിരിക്കും നമ്മുടെ സെഷൻ വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് പറയാം ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളെ സ്റ്റക്ക് ചെയ്ത് നിർത്തുന്ന പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മെന്ററുടെ സഹായം അവിടെ എടുക്കണം. ഓക്കെ. ഒരു മെന്ററുടെ ഒരു കോച്ചിന്റെയോ ഒക്കെ സഹായം, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾ എടുക്കേണ്ടി വരും എല്ലാവർക്കും. അതായത് വളരെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറൊരാളൊരു സഹായം അവിടെ വേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് ഒറ്റക്ക് അതിൽ നിന്ന് പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ആണ് നിങ്ങൾക്ക് മെന്ററിങ്ങൊക്കെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പൊ അതിന് വേണ്ടി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ നമ്പർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കുക. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നല്ല ലൈഫിലോട്ട് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടി റെഡി ആവുക. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഇന്ന് ഇതൊക്കെയാണ് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നമുക്ക് വരുന്ന ഓരോ സെഷനിലും ഡിസ്കസ് ചെയ്ത് പോകും. കാരണം ഇവിടെ നമ്മൾ പറയുന്ന ജീവിതത്തിനെ കുറിച്ചിട്ടാ. ജീവിതത്തിനെ കുറിച്ച് ഒരിക്കലും ഒരു മണിക്കൂറിൽ കംപ്ലീറ്റ്ലി പറയാൻ വേണ്ടി പറ്റില്ല. നമുക്ക് അതിനെ കൊണ്ടാണ് നമ്മൾ ഓരോ മന്തും സീരീസ് ആയിട്ട് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ ജോയിനിങ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഇനി നിങ്ങളെ ടൈമാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ഇന്നത്തെ സെഷനിലോ മെഡിറ്റേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് പങ്കുവെക്കണമെന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ അല്ലെ ഫീഡ്ബാക്ക് കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അസ്സലാമലൈക്കും. വലൈക്കും. ഏഹ് ഞാന് അവസാനം കുറച്ചുള്ളൂ കേട്ടത്. എന്നാലും അത് മുമ്പ് കേട്ടതൊക്കെ കുറച്ച് മറന്നതുകൊണ്ട് എഴുതി വെക്കലില്ല ഇപ്പൊ. നമ്മള് ഫോർഗീവ്നെസ് എഴുതലില്ല. അപ്പൊ ഇനി എഴുതാൻ തുടങ്ങണം. ഞാൻ പിന്നെ കേൾക്കണീന്റെ ഇടയിൽ മോന് വന്നേ. പിന്നെ അവനെങ്ങനെ ഓന് റൂമിൽ വാതിലടച്ച് കിടക്കണം. അതിന് വേണ്ടിട്ട് അങ്ങനെ എന്നാലും കുറച്ച് കേൾക്കാൻ പറ്റി. മുമ്പത്തെ റെക്കോർഡ് കിട്ടിയിട്ടില്ല. തിരക്കാവുണ്ടാവൂലേ വിട്ടുതരാത്ത. ഓക്കെ ഓക്കെ. ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് അയക്കാം കേട്ടോ. എന്തായാലും പഴയതൊക്കെ ഒന്നുണ്ട് ഓർമ്മിപ്പിച്ചോണ്ട് ഒരുപാട് താങ്ക്സ്. ഓക്കെ. താങ്ക് യു. എന്തായാലും ഉം ഉം. കയ്യിലുള്ളതൊക്കെ പൊടി തട്ടി എടുക്കുക. ആ വർക്ക്. അതന്നെ. ഓക്കെ. എന്തൊക്കെ സുഖല്ലേ? അൽഹംദുലില്ലാ റാഹത്താണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാന് എനിക്കും കുറച്ച് കേൾക്കാൻ പറ്റില്ല കേട്ടോ. എന്തോ ഒരു നെറ്റിന്റെ ഒരു പ്രോബ്ലം വന്നല്ലോ. അപ്പൊ അതിൽ നിന്നും കേൾക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങോട്ട് ബഹ്റൈനിലേക്ക് തന്നെ വന്ന്. അപ്പൊ ആ സമയത്തിന്റെ വ്യത്യാസം ഞാൻ ആദ്യത്തിൽ മറന്നുപോയി. ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ മെഡിറ്റേഷൻ അവസാനിക്കുന്ന സമയത്താണ് ഞാൻ കേട്ടത്. അപ്പൊ ഇത് റെക്കോർഡിംഗ് അല്ലേ? ആ യെസ്. ഉം. അപ്പൊ എനിക്കൊന്ന് ഒന്ന് അയച്ചു തരണം. ഓക്കെ ഓക്കെ ആയിക്കോട്ടോ. ഇൻഷാല്ലാ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ റാഹത്താണ്. ആ ഞാൻ നാട്ടിൽ 2-3 മാസം നിന്നു. അതിലിടയ്ക്ക് കുറെ അസുഖങ്ങളായി. അതിനൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായി. സലാമാമിനായിട്ട് ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്നുണ്ട്. ഓക്കെ ഇൻഷാ. എപ്പോഴാ വിളിക്കാൻ തോന്നുന്നു? ആ വിളിക്കണ്ട് കേട്ടോ. എന്തായാലും ടൈം പറയാം. വാട്സപ്പിൽ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ആ ശരി. അസ്സലാമു അലൈക്കും. ഓക്കെ. അപ്പൊ ശരി. ഇനി ആർക്കും എന്തെങ്കിലും പറയാനൊന്നുമില്ല വിചാരിക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം.
വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് എവറി വൺ. ഇത് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ടൈമാണ്. എല്ലാവരും സെൽഫ് ഗ്രോത്ത് മാത്രമാണ് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ ഈ ജേർണി നിങ്ങൾക്ക് ഇനിയും നിങ്ങളെ സെൽഫിനെ ഇൻവോൾവ് ചെയ്ത് നിങ്ങളെ ബെസ്റ്റ് സെൽഫിലോട്ട് എത്തി നിങ്ങളുടെ ലൈഫ് ഏറ്റവും ഹാപ്പി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് കാണാം ട്ടോ.